ഹായ് ഫ്രണ്ട്സ്, അപ്പേ കുവൈത്തിലോട്ട് ഒരു ഹൗസ് ഡ്രൈവറെ വേണം, അതേപോലെ ഒരു ഹൗസ് മെയ്ഡിന് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൗസ് ഡ്രൈവറെ ഇത് പറഞ്ഞുതരാം. ഫ്രീ വിസയാണ്, വിസക്കൊന്നും പൈസ വെച്ചിട്ടില്ല അവന്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഒരു പയ്യന്. അവിടെയുള്ള അവൻ്റെ മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞത്. ചോറൊന്നും ഇല്ലാത്ത വീടാണ് എന്നാ പറഞ്ഞത്. പിന്നെ 120 KD അങ്ങനെ പറഞ്ഞു. കുവൈത്തിൻ്റെ ഇത് അങ്ങനെയാണല്ലേ. അപ്പോൾ അത് സാലറി അതാ പറഞ്ഞത്. പിന്നെ കുവൈത്തിലുള്ളവർക്കും എനിക്ക് പാസ്പോർട്ട് അയച്ചുതരാം. അതേപോലെ ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇനിയിപ്പോൾ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അയച്ചൊന്നുകൂടി, ഞാൻ അവനക്ക് അയച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനക്ക് അയച്ചു കൊടുക്കും. നല്ല പാസ്പോർട്ട് എന്ത് ചെയ്യുക, പാസ്പോർട്ട് നിങ്ങളെ ഫോട്ടോ എന്ത് ചെയ്യുക, നിങ്ങൾ അയച്ചു തരിക. അതേപോലെ നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുവൈത്തിലെ ലൈസൻസ് അവിടെയുള്ള ആളായിരുന്നു ആദ്യം എന്നുണ്ടെങ്കിൽ അതും അയച്ചു തരാം. ഇനിയിപ്പോൾ ഈ അവിടെയുള്ള പരിചയം ഉണ്ട് എന്ന് കരുതിയിട്ട് കൂടുതൽ സാലറി ഇവർ പറയുന്നില്ല കേട്ടോ. ഈ സാലറിയെ പറയണമെന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എന്താണ് അത് ഇതാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫ്രീ വിസക്കൊന്നും പൈസ ചോദിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ മെഡിക്കലിൻ്റെ ഫീസ്, അതേപോലെ വിസ അടിക്കാനുള്ളത്, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഒന്നും വിസക്ക് അവർ അയച്ചു തരും. പിന്നെ ഹൗസ് മെയ്ഡ് അവരെ ആ വീട്ടിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ ഇപ്പോൾ ഹൗസ് മെയ്ഡ് ഉണ്ട്, ഇനിയും അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുവൈത്തിലെ സ്ഥിതി, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുവൈത്തിലെ സ്ഥിതി ഒന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വിസക്ക് പൈസ ഒന്നും വാങ്ങണില്ല, ആ പയ്യനൊരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും ഇപ്പം എനിക്ക് തന്നെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്, ഈ ജോലിയുടെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ, അതേപോലെ ഇപ്പോൾ സൗദിയിലായിക്കോട്ടെ, ഇപ്പോൾ ദുബായിൽ ഒരുപാട് ആൾക്കാർ ജോലി ഇല്ലാത്തുണ്ട്. ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഇപ്പം എനിക്ക് തന്നെ അറിയില്ല, ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കലുണ്ട്. ഒരു 150 ആൾക്കാരുടെ മേലെ എനിക്ക് ഇപ്പോൾ മെസ്സേജ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കലുണ്ട്. എനിക്ക് തന്നെ അറിയില്ല. ഇത് ഒരുപാട് ആൾക്കാർ ജോബ് വിസ ചോദിക്കലുണ്ട്. അതേപോലെ തനാസിലിൻ്റെ കാര്യം പറയലുണ്ട്. അപ്പോൾ എത്രയോ പേര് പണിയില്ലാതെ നാട്ടിൽ ബുദ്ധിമുട്ടായിട്ടും ഇവിടെ ബുദ്ധിമുട്ടായിട്ടും ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പല ആളുകൾക്കും റീപ്ലൈ തരാത്ത ഈ ഒരു പ്രശ്നം കൊണ്ടാട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് അതിൽ തരം തിരിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് റീപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്യും, എനിക്ക് ഓരോരുത്തരെ തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, പിന്നെ ഹൗസ് മെയ്ഡ് ആയിക്കോട്ടെ, ഹൗസ് ഡ്രൈവറുടെ ആയിക്കോട്ടെ, നിങ്ങളെ പാസ്പോർട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിസ, ഞാൻ പറഞ്ഞില്ല വിസക്കൊന്നും പൈസ വാങ്ങണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവനോട് സംസാരിക്കുക. അവൻ്റെ ആ കഫീലിൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടനിൽക്കാരൊന്നും പോകാൻ നിൽക്കണ്ട. കാരണം പൈസ പോയി വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുക, ആ പരിപാടിക്കൊന്നും നിൽക്കരുത്. പിന്നെ അതേപോലെ ആ പയ്യനും ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ഉള്ള അന്വേഷിച്ച് പോയി, ബാക്കിയൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അത് വീട് നന്നാവണം കാര്യങ്ങളൊക്കെ. അവന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല വീടാണ്. കാരണം അവൻ്റെ മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതൊക്കെ സാധാരണ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഹൗസ് മെയ്ഡിന് വേണം. ഈ ഹൗസ് മെയ്ഡിന് ഇതേ സാലറി ആണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, സാലറിയുടെ കാര്യം അപ്പോൾ എന്തായാലും ഞാൻ പേഴ്സണലി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ച് നോക്കുക. ഇനിയിപ്പോൾ അവിടെ പരിചയമുള്ള ആൾക്കാർ, കുവൈത്തിൽ പരിചയമുണ്ട്, ലൈസൻസ് ഉണ്ട്, ഒരുപാട് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അവരോട് സംസാരിച്ച് നോക്കുക, ഇനി ശമ്പളം കൂട്ടി കിട്ടുമെന്നുള്ളത്. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരും അയച്ചു നോക്കിയിട്ട്. എനിക്ക് കുവൈത്തിലെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പാസ്പോർട്ടും ഫോട്ടോയും, നിങ്ങളെ ഫോട്ടോയും നിങ്ങൾ അയച്ചു തരാം കേട്ടോ. പിന്നെ ഈ 2 വിസ, ഹൗസ് ഡ്രൈവർ, ഹൗസ് മെയ്ഡ്. ഓക്കെ, ഹൗസ് മെയ്ഡിനൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പണികളൊക്കെ ഉണ്ടാവും, നല്ല പണികളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മറ്റൊന്നും പറഞ്ഞിട്ട് ഈ കോട്ടിൻ്റെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു രൂപ പൈസ വാങ്ങാതെ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളൊന്നും ആരെയും പൈസ ഒന്നും വാങ്ങാതെ നമ്മൾ ഇതൊക്കെ ചെയ്യല്. ഓക്കെ, അപ്പോൾ എന്തായാലും ആരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം.